വലിയപറമ്പ് മാവിലാക്കടപ്പുറം പ്രിയദർശിനി ക്ലബ്ബിനായി നിർമ്മിച്ച മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബിന്റെ 27ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം നിയമമായി മാറുന്നുവെന്നത് ഭരണകൂടം രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു. വലിയപറമ്പ് മാവിലാക്കടപ്പുറം പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനായി നിർമ്മിച്ച MT മുഹമ്മദ് കുഞ്ഞി ഹാജി സ്മാരക മന്ദിരത്തിന്റെയും ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈകളിലേക്ക് വെക്കാവുന്ന നിയമാനുസൃതമായ സ്വത്തവകാശം, ആ സ്വത്തവകാശം അട്ടിമറിച്ച് തകർത്തുകൊണ്ട് പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഇഷ്ടാനുസരണം ഭൂമി നൽകുന്ന സിസ്റ്റം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും യോജിക്കില്ല, ഒരിക്കലും അത് നിലനിൽക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ത്യ രാജ്യത്തൊന്നുമില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. ഇവിടെ ജാതികൾ വ്യത്യസ്തമാണ്, മതങ്ങൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്, എല്ലാം വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല എന്ന് ലോകരാഷ്ട്ര നേതാക്കന്മാർ പലരും പച്ചയായി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. മന്ദിരത്തിലെ ഉമ്മൻചാണ്ടി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഫോട്ടോ അനാച്ഛാദനം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസലും നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ EK മുഹമ്മദ് കുഞ്ഞിയായിരുന്നു അധ്യക്ഷൻ. കൺവീനർ K അശോകൻ, വൈസ് ചെയർമാൻ KPP രതീഷ്, KV ഗംഗാധരൻ, KP പ്രകാശൻ, സാജിദ് മൗവൽ, P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, M അബ്ദുൽസലാം, K സിന്ധു, സുമാ കണ്ണൻ, MT ബുഷ്ര, C ദേവരാജൻ, MT ഷഫീഖ്, KM സുരാഗ്, K ശീലൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ MK സുബൈറിനെയും കബഡി താരം റിദിൻ മാവിലാടത്തെയും പരിപാടിയിൽ അനുമോദിച്ചു. മാവിലാക്കടപ്പുറം AMUP സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ അബ്ദുറസാഖ് പുരത്തലിന് ആദരവ് നൽകി. തുടർന്ന് ഗായകൻ രതീഷ് കണ്ടടക്കം നയിച്ച പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.